ജീവിതം അടുത്തപ്പോഴായിരുന്നു മരിക്കാൻ തീരുമാനിച്ചത്. ഫാണിലിട്ട കുരുക്കിലേക്ക് കുറച്ചു നേരം നോക്കി നിന്നു അവൾ. തൻ്റെ മരണം കൊണ്ട് എല്ലാം ശരിയാകുമെങ്കിൽ അതാണ് നല്ലതെന്ന് അവളുടെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഈ ലോകത്തോട് താൻ വിട പറയും. ആർക്കും വേണ്ടാത്തൊരു ജീവൻ, അത് ഈ ഭൂമിക്കൊരു ഭാരമാണ്. ഇത്രനാൾ മോഹിപ്പിച്ച് കൂടെ നടന്നവന് പോലും താനിപ്പോൾ അധികപ്പറ്റാണ്. കൂടെ ഇറങ്ങി ചെല്ലണമെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചു പോയി. പക്ഷെ വരുമ്പോൾ കൊണ്ടുവന്ന ബാഗിൽ പണമുള്ള വീട്ടിലെ പെണ്ണിനെ സ്നേഹിക്കുമ്പോൾ പ്രതീക്ഷ പണത്തൂക്കമില്ലെന്ന് കണ്ടപ്പോൾ ഒന്നും എടുത്തു വരാത്ത മണ്ടിയായി നിന്നെ കെട്ടിയിട്ട് ഏങ്ങി വലിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനല്ല ഞാനിതൊക്കെ ചെയ്തത്. നിന്നെ പ്രേമിക്കുമ്പോൾ എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അതൊക്കെ തച്ചൊടിച്ചിട്ട് വെറുതെ കൈയും വീശി വന്ന നിന്നെ എനിക്കെന്തിനാ? വിറ്റാൽ പോലും കാശ് മുതലാക്കാൻ പറ്റാത്തൊരു തീപ്പെട്ട കൊള്ളിയെന്ന് പരുഷമായി പറഞ്ഞവൻ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ പോയപ്പോഴാണ് മനസ്സിലായത് അവൻ സ്നേഹിച്ചത് എന്നെയല്ല, തൻ്റെ പണത്തെയായിരുന്നുവെന്ന്. വീട്ടുകാരുടെ മുഖത്ത് കരിവാരി തേച്ച് ഇറങ്ങി വന്നിട്ട് ഇനി അങ്ങോട്ട് കയറി ചെന്നാൽ അത് ശരിയാകില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം. വേണ്ടപ്പെട്ടവരെ ഉപേക്ഷിച്ചാണ് ഇറങ്ങി വന്നത്, ഒരുത്തൻ്റെ വാക്ക് കേട്ട്. പക്ഷേ ഇപ്പോൾ പെരുവഴിയിലാണ്. അതുകൊണ്ട് ഈ ജീവിതം ഇനി വേണ്ടെന്നുള്ള തീരുമാനം എടുത്ത് തന്നെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ പേരും പറഞ്ഞ് ലോഡ്ജിൽ ഒരു റൂം എടുത്തത്. നാളെ ഈ ലോകത്ത് താൻ ഉണ്ടാകില്ല. മുകളിൽ കെട്ടിയ കുരുക്കിലേക്ക് ഒന്നുകൂടി നോക്കി. അപ്പോഴാണ് കയ്യിലിരുന്ന മൊബൈൽ ഓഫ് ചെയ്ത കാര്യം ഓർത്തത്. വീട്ടിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം വൈകുമ്പോൾ അവർ വിളിക്കുമ്പോൾ കിട്ടാതിരിക്കാൻ ഓഫ് ചെയ്തതായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും താൻ അവൻ്റെ കൂടെ ഒളിച്ചോടിയെന്ന്. പക്ഷെ അവളപ്പോൾ മരണത്തിന് മുന്നിലാണെന്ന് ആരറിയാൻ? സ്നേഹിച്ചവൻ നോക്കിയത് പണത്തൂക്കമായിരുന്നുവെന്ന് ആരോട് പറയാൻ? കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരിക്കും പിന്നീട് അങ്ങോട്ട്. എന്തായാലും ഇനി ഫോൺ ഓൺ ചെയ്യാം. താൻ എവിടെയെങ്കിലും ഉണ്ടെന്ന് അവർ വിചാരിക്കട്ടെ. അവൾ പതിയെ ഫോൺ ഓൺ ചെയ്തതും അത് റിങ് ചെയ്തതും ഒരുമിച്ചായിരുന്നു. അമ്മ കോളിംഗ്. ആദ്യമൊന്നും സംശയിച്ചു എടുക്കണോ എന്ന്, പിന്നെ തോന്നി എടുക്കാം. പോകുന്നതിന് മുന്നേ അമ്മയോട് മാപ്പ് പറയാം, അപ്പം സമാധാനത്തോടെ മരിക്കാമല്ലോ. ആ ചിന്തയിൽ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ മറുതലക്കിൽ നിന്നും അമ്മയുടെ സംസാരം കേട്ടു. മോളെ, നീ ഇതെവിടെയാ? അവൾക്ക് അറിയില്ലായിരുന്നു എന്ത് പറയണമെന്ന്. സംഭവിച്ച കാര്യങ്ങൾ പറയണോ വേണ്ട, അത് തൻ്റെ മരണശേഷം അറിഞ്ഞാൽ മതി എല്ലാവരും. അവളുടെ മൗനം കണ്ടാകണം അപ്പുറത്തു നിന്നും സംസാരം തുടരുന്നുണ്ടായിരുന്നു. മോളെ, അമ്മയോട് മോൾ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ വേറെ ഒരു വിവാഹം പോലും കഴിക്കാതിരുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയായിരുന്നു. ആ മോളിപ്പോൾ വേറൊരാൾക്ക് വേണ്ടി. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞില്ലേ. ഇപ്പോൾ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവനെയും കൂട്ടി മോൾ ഇങ്ങോട്ട് വാ. അമ്മയ്ക്ക് ഒരു ദേഷ്യമില്ല. മോൾക്ക് അവനെ അത്ര ഇഷ്ടമാണെങ്കിൽ അമ്മ നടത്തി തരാം ആ കല്യാണം. എനിക്കെൻ്റെ മോളുടെ ജീവിതം തന്നെയാണ് വലുത്. അതിൽ കെട്ടുന്നവൻ്റെ വലുപ്പ ചെറുപ്പമൊന്നും എനിക്കറിയണ്ട. എനിക്കെൻ്റെ മോൾ എന്നും കൂടെ ഉണ്ടായാൽ മാത്രം മതി. അമ്മയുടെ മോള് അമ്മ വിളിച്ചാൽ വരുമെന്നറിയാം. അതുകൊണ്ട് ഞാൻ വെക്കുകയാണ്. നാളെ വരണം രണ്ടുപേരും. അമ്മ കാത്തിരിക്കും. അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ അവൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും ആ അമ്മ കാത്തിരിക്കുന്നു. ഇപ്പോഴും പറയുന്നു മോൾ അമ്മ വിളിച്ചാൽ വരുമെന്നറിയാമെന്ന്. ആ അമ്മയാണ് താൻ ഒരു നിമിഷം മറന്നുപോയത്. വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരുത്തന് വേണ്ടി ഇപ്പോഴും മോള് കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മയോട് ചെയ്തത് ഓർക്കുമ്പോൾ പാടില്ലായിരുന്നു. തെറ്റ് പറ്റിപ്പോയി. പക്ഷേ ഇനിയും ആ തെറ്റ് ആവർത്തിച്ചു കൂടുന്നു തോന്നി അവൾക്ക്. തന്നെ കാത്തിരിക്കുന്ന അമ്മയ്ക്ക് മുന്നിൽ ചെല്ലണം. വരുമെന്ന അമ്മയുടെ ആ പ്രതീക്ഷ കൂടി ഇനി തെറ്റിക്കാൻ പാടില്ല. അത് ചെയ്തതിനേക്കാൾ ക്രൂരമാകും. അതുകൊണ്ട് അമ്മയ്ക്ക് അരികിൽ എത്തണം. എല്ലാം തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കണം. സ്നേഹിച്ച് വഞ്ചിച്ചവൻ്റെ പേരിൽ കെട്ടിയ കുരുക്കിൽ കയറിയാൽ ആ മരണം കൊണ്ട് നഷ്ടമാവുന്നത് അമ്മയുടെ സ്നേഹമാണ്. പിന്നെ മാറത്തൊന്നും ചിന്തിക്കാതെ അവൾ ആ കുരുക്കഴിച്ചു. എന്നിട്ട് പുറത്തുനിന്ന് വാങ്ങിയ സാരി നന്നായി പാക്ക് ചെയ്തു. ഒരുത്തിനു വേണ്ടി നഷ്ടപ്പെടുത്താൻ പോയ ജീവിതത്തിൽ നിന്നും തിരികെ വരുമ്പോൾ ശേഷിക്കുന്ന ഒരു ഓർമ്മയുടെ ബാക്കി അമ്മയ്ക്ക് മുന്നിൽ വെച്ച് അഗ്നിക്കിരയാക്കാൻ വേണ്ടി തന്നെ. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്